ഇങ്ങനെ ഖുർആൻ കറാത്ത് മറാത്ത് പല പ്രാവശ്യങ്ങൾ ഓതി തീർക്കൽ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. അതിലൂടെ നേടിയെടുക്കുന്നത് എന്താണ്? ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഹൃദയ ശുദ്ധി വരുത്തും. അതിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയമാണല്ലോ ഏറ്റവും വലുത്, അല്ലേ? ഏറ്റവും വലിയ സംഭവമല്ലേ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്ന ഫിൽ ജസദി ലമുളഗതാ, നിശ്ചയം സ്വഹാബ, ഹൃദയത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് സ്വഹാബ. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ ഒരു മാംസപിണ്ഡം ശരിയായാൽ സ്വഹാബ, ശരീരത്തിലെ സർവ്വ അവയവങ്ങളും ശരിയാകും സ്വഹാബ. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ ഒരു മാംസപിണ്ഡമെങ്ങാനും മോശമായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും മോശമാകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഏതാണ് ആ മാംസപിണ്ഡം എന്നറിയുമോ സ്വഹാബ? അലാ വഹിയൽ ഖൽബു, അറിയണേ അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ. ആ ഹൃദയത്തെ ശുദ്ധികലശം നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് ഹൃദയമാണ്, ഹൃദയമാണ്. അല്ല വഹിയൽ കൽബ്, ആ മാംസപിണ്ഡം ഏതാണ്? അത് ഹൃദയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അതിനെ ശുദ്ധികലശം നടത്താനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, എല്ലാ അമലുകൾക്കും ആ ഹൃദയത്തെ ഒന്ന് പരിശുദ്ധിപ്പെടുത്താനാണ്. അതിനുവേണ്ടി തന്നെയാണ്, വേറെ ഒന്നുമല്ല. എന്തിനാ റമദാനിൽ നോമ്പ് പിടിച്ചത്? ലഅല്ലകും തത്തഖൂൻ, എന്തിനാണ്? തഖ്വ നേടിയെടുക്കാൻ. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ റമദാനിലെ 30 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയത്രേ. എവിടെയാ തഖ്വ? തഖ്വ എവിടെയാ ഉണ്ടാകുക? അത്തഖ്വ ഹാഹുനാ. തഖ്വയുണ്ടാകേണ്ടത് സ്വഹാബ, അള്ളാന്റെ റസൂല് വ്യക്തമായി സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. സ്വഹാബ, തഖ്വയുണ്ടാകേണ്ടത്, റബ്ബിനോടുള്ള ഭയഭക്തി ഉണ്ടാകേണ്ടത് ഇവിടെയാണ്, ഇവിടെയാണ്. ഹൃദയത്തിൽ, ഹൃദയത്തിൽ. വിധങ്ങൾ ഹൃദയത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാ ഇവിടെ, ഈ ഹൃദയത്തിൽ വേണം തഖ്വ ഉണ്ടാകേണ്ടത്. അപ്പൊ ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യാനാണ് എല്ലാ അമലും. എല്ലാം തന്നെ, നോമ്പ്, നിസ്കാരം, ഇബാദത്ത്, സക്കാത്ത് കൊടുക്കുന്ന ഒക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. ഇതിന്റെ ഹൃദയത്തെ നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. സലീമായ ഹൃദയമുള്ളവനെ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത് ആർക്കെന്നറിയുമോ? സലീമായ ഹൃദയമുള്ളവർക്കാണെന്നും വിശുദ്ധമായ ഖുർആൻ. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ ആയത്തൊക്കെ ഓതിയിട്ട് മുൻഗാമികളാകുന്ന മഹാരഥന്മാര് രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരയുമായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഓക്കെ ഉസ്താദ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ഉസ്താദ് മന്നപ്പറ്റ ഹംസ ഉസ്താദിന്റെ പ്രിയ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്. ധാരാളം മശായിഖന്മാര്, ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന മഹാന്മാരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ ഒക്കെ തന്നെ ഉസ്താദുൽ അസാതീദാൻ ഓക്കെ ഉസ്താദ്. അവിടുന്ന് പാതിരാത്രി സമയത്ത് 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളും. പ്രഭാത സമയം വരെ, സുബഹി വരെ. ചിലപ്പോൾ അത് 1:30-2 മണിക്ക് തുടങ്ങും. അങ്ങനെ ഓതി ഓതി ശിഷ്യന്മാര് പോയി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഈ ആയത്ത് ഓതിയിട്ട് അവിടുന്ന് കരയാണ്. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം.
സലീമായ ഹൃദയമുള്ളവനല്ലാതെ എല്ലാവിധ അഴുക്കുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും രക്ഷ പ്രാപിച്ച ഹൃദയമുള്ളവനല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല. ഈ ആയത്തോതിയിട്ട് ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയോയാ, അള്ളാഹുവേ പടച്ച റബ്ബേ, ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ടെ പകല് മുഴുവൻ മുത്തഅല്ലിമീങ്ങൾക്ക് വലിയ വലിയ പണ്ഡിതന്മാർക്ക് സബുക്കെടുത്ത് ക്ലാസ് എടുത്ത് വിശുദ്ധമായതാകുന്ന തഫ്സീറും ഹദീസും മഅഖൂലാത്തും ഒക്കെ പഠിപ്പിച്ച് എല്ലാ ഇൽമിന്റെ ശാഖോപശാഖകളൊക്കെ മുഴുവൻ ഫന്നുകളും പഠിപ്പിച്ച്, ഇന്നത്തെ പോലെയല്ല പല ദറസാൻ ബഹുമാനപ്പെട്ടവരുടെ എല്ലാ ഫന്നുകളും മഅഖൂലാത്ത് മുഴുവനും പഠിപ്പിച്ച് റാഹത്തായ നിലയിൽ അവിടുന്ന് നിലകൊള്ളാൻ 5 വഖത്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച് റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ച് എല്ലാ സുന്നത്തുകളും മേളിച്ചതാകുന്ന ജീവിതം, വിത്ർ നമസ്കാരം 11 നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ക്ലാസ്സും ഒക്കെ എടുത്തതിന് ശേഷം മുതാലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരൊന്ന് വിശ്രമിക്കാൻ അല്പനേരം കടന്ന് വീണ്ടും രാത്രി 1 മണിക്ക് തുടങ്ങുന്ന നിസ്കാരം, അത് കഴിഞ്ഞ് 2 മണി 3 മണിയാകുമ്പോൾ തുടങ്ങുന്ന ഖുർആൻ പാരായണം. അങ്ങനെ ആ ഖുർആൻ പാരായണത്തിൽ പൊട്ടിക്കരയുന്നതാകുന്ന ഉസ്താദിനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് നോക്കുമ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് ബഹുമാനപ്പെട്ടവർ കരയുന്നതായി പല പ്രാവശ്യവും കണ്ടു എന്ന് ശിഷ്യന്മാര് പറയാം. എന്താണ് നമ്മുടെ അവസ്ഥ? കാരണം എന്താ? ഹൃദയത്തെ ശുദ്ധീകരണം നടത്താതെ രക്ഷയില്ല. നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കണോ? ഹൃദയം നന്നാക്കണം. അസൂയയും കുശുമ്പും പ്രശ്നങ്ങളും വൈര്യവും വിദ്വേഷവും വെറുപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നത് അയൽവാസികളോട് വെറുപ്പ്, കൂട്ടുകാരോട് വെറുപ്പ്, സഹോദരനോട് വെറുപ്പ്, സഹോദരിയോട് വെറുപ്പ്, നാട്ടുകാരോട് വെറുപ്പ്, സമൂഹത്തോട് വെറുപ്പ്, സമുദായത്തോട് വെറുപ്പ് ഒക്കെ ഉണ്ടായിത്തീരുന്നത് ഈ ഹൃദയം നന്നാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരണം നടത്തൽ അനിവാര്യമാണ്. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ളതാകുന്ന ഒന്നാമത്തെ മാർഗം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. തീർന്നില്ല, മാർഗങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് തന്നെ പറഞ്ഞു തീരുമെന്നുള്ളതാണ് എൻ്റെ ആശങ്ക. കാരണം അത്രമേലുണ്ട്, നമുക്ക് ഓരോന്നും വിഷയം പറയാനുണ്ട്, ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ഞാൻ വേഗം ഓടിച്ചു പറഞ്ഞു പോവാണ്. കാരണം നമുക്ക് ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ പറയേണ്ടതുകൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇത് മാത്രം പറയാൻ ഖുർആൻ പാരായണം തന്നെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഈ ലൈവ് വീഡിയോ വീക്ഷിക്കുന്നതാകുന്ന ആളുകൾ തന്നെ ഖുർആൻ പാരായണം ചെയ്യേണ്ട രീതിശാസ്ത്രം, അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ, എങ്ങനെയാണത് പാരായണം ചെയ്തത്, ഏത് കോലത്തിലാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ഓരോന്ന് പഠിക്കണം. ഫാത്തിഹ പഠിക്കണം, നമ്മുടെ നിസ്കാരത്തിന്റെ രൂപങ്ങൾ പഠിക്കണം, വുളൂ പഠിക്കണം, നമസ്കാരത്തിൻ്റെതാകുന്ന ഷർത്തുകൾ പഠിക്കണം, വുളൂവിന്റെ ഷർത്തുകൾ പഠിക്കണം, കുളി പഠിക്കണം, വലിയ ശുദ്ധിയും ശുദ്ധിയാകുന്നത് പഠിക്കണം. ഇതൊക്കെ ഓരോ വിഷയങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഇതൊക്കെ വഴിയെ നമുക്ക് ഓരോന്ന് ഇൻഷാ അല്ലാഹ് സബ്ജക്റ്റ് വീതം വെച്ചിട്ട് ഓരോന്നായി പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? നമ്മൾ നഖം വെട്ടുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതേ. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും ഈ സമൂഹം അറിയില്ല. വെറുതെ ടാപ്പ് തുറന്നു വെച്ചിട്ടങ്ങ് ഒളു എടുക്കാൻ. എത്രയോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ആ സുന്നത്തുകളൊക്കെ എങ്ങനെ കൊണ്ടുവരണം, ഏത് രീതിയിൽ കൊണ്ടുവരണം, അതൊക്കെ ഏത് കോലത്തിൽ, എന്തൊക്കെയാണ് അവിടെ ചെല്ലേണ്ട ദിക്റുകൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയാണ്. ഇൽമാണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. നമ്മൾ അറിവ് കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക്. ജനങ്ങൾക്ക് പാപികളും ദോഷികളുമാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റൊരു സൃഷ്ടിക്കാൻ ഈ സദസ്സ് കൊണ്ട് സാധിക്കണം. അത് മാത്രമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ വിനീതന്റെ പ്രഭാഷണം എപ്പോഴും ശ്രവിക്കുന്നതാകുന്ന മോമിനീങ്ങൾ എപ്പോഴും വളരെയേറെ സന്തോഷം പറയാറുള്ളത്. ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നത് ലഭിച്ചു, ഇന്നത് കിട്ടി, അതുകൊണ്ട് മാഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ പറ്റി. സുബഹിയുടെ സുന്നത്ത് നിസ്കാരം ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടത് മുതൽക്കാണ് ഞങ്ങൾ തുടങ്ങിയത്. അതിനുശേഷമുള്ളതാകുന്ന പ്രാർത്ഥന അത് ഉസ്താദിൽ നിന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്, ഞങ്ങൾ പഠിച്ചത്. സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള വിറുതുകൾ, സുബഹി വരെ അഥവാ ഉദയത്തിന്റെ സമയം വരെ ദിക്ർ ചൊല്ലിയാൽ കൂടുന്ന നേട്ടം എന്താണ്, അത് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെ എന്തൊക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യണമോ, അതിലൂടെ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുമോ അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിലകൊള്ളിൻ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തത് ഞാൻ വേഗം പറയാണ്, 1-2 കാര്യങ്ങൾ, കാരണം ഇത് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ വളരെ ചുരുക്കി പറയാൻ. രണ്ടാമത്തെ കാര്യം, അമിതമായ ഭോജനം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് അമിതമായി കഴിക്കാൻ പാടില്ല. അത് രണ്ടാമത്തെ കാര്യമാണ്. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ്. അതേത് രീതി വേണമെങ്കിലും നിനക്ക് അവലംബിക്കാം. അരിയാഹാരം കുറച്ചുകൊണ്ടോ, ഇല്ലെങ്കിൽ കഴിക്കുന്നതാകുന്ന ഭക്ഷണത്തിൻ്റെതാകുന്ന അളവ് കുറച്ചുകൊണ്ടോ, ഏത് രീതിയും നിനക്ക് അവലംബിക്കാം. അമിത ഭോജനം, വയറ് നിറച്ചിട്ടുള്ളതാകുന്ന
പാനീയമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും അത് ഉണ്ടാകാൻ പാടില്ല. വയറ് നിറയ്ക്കുന്ന രീതി അത് പാടില്ല. അത് ഇസ്ലാമിൽ പെട്ടതും അല്ലല്ലോ. റസൂലുള്ളാഹി പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. മൂന്നിലൊന്ന് എപ്പോഴും കാലിയാക്കിയിടണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വയറിന്റെ മൂന്നിലൊരു ഭാഗം എപ്പോഴും കാലിയാക്കിയിടണം. നമ്മളെല്ലാവരും ഭക്ഷണത്തിന്റെ മുന്നിൽ ആ വിഷയത്തിലൊക്കെ വളരെ മാതൃകാപരമാകണം. വാരി വലിച്ച് തിന്നുക, ഇഷ്ടംപോലെ വേസ്റ്റ് ആക്കുക, അതൊക്കെ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. വേസ്റ്റ് ആക്കുന്ന ഒരു വിഷയം കല്യാണത്തിന്റെ ആർഭാടങ്ങളായിരുന്നാലും മറ്റുള്ള സമയങ്ങളിലായിരുന്നാലും എത്രയോ ഭക്ഷണങ്ങളാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. അപ്പൊ അമിതമായിട്ട് ഭക്ഷണം വയറ് നിറയ്ക്കുക അത് പാടില്ലാത്തതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിലൂടെ നമുക്ക് ഹൃദയം കട്ടിയുണ്ടാവും, ഖസ്വത്തുൽ ഖുലൂബ് ഉണ്ടാവും, ഹൃദയത്തിന് കാഠിന്യത ഉണ്ടാവും ഭക്ഷണം ഒരുപാട് കഴിച്ചാൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുപോലെ ഖുർആൻ ഓതാതിരുന്നാൽ ഹൃദയത്തിൽ കാഠിന്യത ഉണ്ടാവും, ഹൃദയം ലയ്യനാവൂല, മയപ്പെടൂല. നമ്മുടെയൊക്കെ ഹൃദയം കട്ടി പ്രാപിക്കാൻ കാരണം അതാ സഹോദരങ്ങളെ. കുട്ടികളോട് കരുണയില്ല, മാതാപിതാക്കളോട് കരുണയില്ല, ഭാര്യയോട് കരുണയില്ല, സമൂഹത്തോട് കരുണയില്ല, സമുദായത്തോട് കരുണയില്ല, ഒരാളോടും ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു കരുണയുടെ നോട്ടം പോലുമില്ല. ഭാര്യയോട് 10 മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. ഭർത്താവ് വന്ന് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെതാകുന്ന കിറ്റ് കണ്ടിട്ട്, കവറ് കണ്ടിട്ട് അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കുന്നതാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അത് കണ്ടിട്ട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭാര്യമാർ. എന്തുകൊണ്ട്? ഖുർആനും വിക്റുമായിട്ട് നമ്മുടെ ജീവിതത്തെ കൂട്ടിക്കെട്ടുന്നില്ല എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ വരണം, ഖുർആനുമായിട്ട് ബന്ധപ്പെടണം, ഖുർആനുമായിട്ട് ബന്ധം നമ്മൾ നിലകൊള്ളണം. അപ്പോൾ ഹൃദയം നന്നാവും. ഭക്ഷണം കുറയ്ക്കുക, കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. 3 നേരവും കഴിച്ചോ, പക്ഷെ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി, അളവ് കുറയ്ക്കുക, വയറ് നിറയ്ക്കാതിരിക്കുക. കൊച്ചു കുട്ടികളെ തന്നെ വയറ് നിറപ്പിക്കുന്ന ഒരു ശീലം മാതാപിതാക്കൾക്കുണ്ട്, അത് വേണ്ട. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. കുട്ടികൾ മതിയെന്ന് പറഞ്ഞാൽ പിന്നെയും അവർക്കിങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉമ്മമാർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം മക്കൾ ഭയങ്കരമായിട്ട് തടിച്ചു കൊഴുത്ത് ഇങ്ങനെ നിലകൊള്ളണം എന്നുള്ളതാകുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും കൊടുക്കാൻ ഇസ്ലാം പ്രേരിപ്പിക്കുന്നുമില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസവും ഓർമ്മപ്പെടുത്തി, ഡൽഹിയിലെ തെരുവോരങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ടതാകുന്ന മക്കൾ. എന്തിനങ്ങനെയൊക്കെ പറയണം? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഈ കോവിഡ് ബാധിച്ചിട്ട് എത്രയോ സ്ഥലങ്ങളിൽ ഭക്ഷണം കിട്ടാതെ അലയുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. നമ്മുടെ വീടും അവരുടെ വീടും ഒന്ന് താരതമ്യ പഠനം നടത്തിയാൽ മതി. എത്രയേറെ സുഭിക്ഷമാകുന്ന ആഹാരമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കിട്ടുന്നില്ല, ഭക്ഷണം പോലും എത്തുന്നില്ല. ഈ മഹാമാരി പടർന്ന് പന്തലിച്ച് അതിൻ്റെ ഉൾപ്പെടെ വെള്ളപ്പൊക്കവും ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന എത്രയോ നാടുകളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. ഒരു കിറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. എന്തിനേറെ പറയുന്നു, ഒരു സാന്ത്വനത്തിൻ്റെതാകുന്ന സ്പർശം കൊടുത്തുകൊണ്ട് ഒരു സമാധാനത്തിൻ്റെതാകുന്ന ഒരു തീരം തീർക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അങ്ങനത്തെ ഒരു വാക്ക് പോലും, ഒരു ആശ്വാസത്തിന്റെ വചനം പോലും പറയാനില്ലാത്ത, ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഇന്ന് സമൂഹത്തിൽ കൂടി വരികയാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നിഅമത്തുകൾ എത്രയാണെന്ന് ചിന്തിച്ച് മക്കൾക്കൊക്കെ ഭക്ഷണത്തിന്റെ രീതി പഠിപ്പിച്ചു കൊടുക്കണം, രീതിശാസ്ത്രം പഠിപ്പിക്കണം. അമിതമായി കഴിപ്പിക്കാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കരുത്. കൊച്ചുകുട്ടികളായിരുന്നാലും ഒരുപാട് വാരിവരിച്ചു കൊടുക്കുക. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കുറുക്കുണ്ടാക്കി ഇങ്ങനെ കൊടുക്കുക. അങ്ങനെയൊന്നും പാടില്ല. കുട്ടികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരും. മെലിഞ്ഞിരുന്നോട്ടെ, നല്ല മെലിച്ചിലല്ല, അത്യാവശ്യം അവന്റെ വാരിയിലൊന്നും കാണാത്ത നിലയ്ക്കുള്ളതാകുന്ന ഒരു മാംസം ഉണ്ടായാൽ മതി. ഒരുപാട് വണ്ണവും ഒരുപാട് വലിയ സംഭവം ഉണ്ടായാൽ വേറെ അസുഖങ്ങൾ ഉണ്ടാകും. ആളുകളുടെ കണ്ണ് തട്ടും, അതിലൂടെ വേറെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർ. അവർ ഈ വിഷയത്തിലൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ്. നമ്മളും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവം കാണിക്കണം. 3 നേരം ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ അവസ്ഥയാണ്. ഒരു സംസ്ഥാനം അപ്പുറത്തോട്ട് വിട്ടാൽ UP-യിൽ മറ്റുള്ളതാകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ 2 നേരം ഭക്ഷണമുള്ളൂ. രാവിലെ എഴുന്നേറ്റ് 11 മണിക്ക് ആഹാരം, പിന്നൊന്ന് വൈകിട്ട് 5 മണിക്ക് ആഹാരം കഴിഞ്ഞു. രാത്രിയിൽ ഭോജനം ഇല്ല. അതുകൊണ്ട് തന്നെ ശരീരം നല്ല റാഹത്താണ്, എന്തിനും താക്കത്തുണ്ട്. നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? നേരെ വന്ന് കിടക്ക വിരിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങണം. അതാണ് നമ്മുടെ അവസ്ഥ. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ കൂവത്തുണ്ടാകാനാണ് ഭക്ഷണം കഴിക്കുക, ആരോഗ്യം ഉണ്ടാകാനാണ് വേണ്ടുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? സമൂഹത്തിന്റെ അവസ്ഥ, നല്ലൊരു ഓഡിറ്റോറിയത്തിൽ പോയി ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിച്ചു, എവിടെയെങ്കിലും പോയി ഒരു സൽക്കാരത്തിൽ കൂടിയാൽ പിന്നെ വന്നിട്ട് നല്ലതുപോലെ ഉറങ്ങലാണ്. എന്തുകൊണ്ട്? അമിത ഭോജനമാണത്. നമ്മുടെ ഹൃദയത്തെ ഉറക്കിക്കിടത്തി ഈമാനികമാകുന്ന കൂവത്തില്ല, നമസ്കരിക്കാൻ റാഹത്തില്ല. അടുത്ത അസ്ർ നമസ്കാരം ഖളാഅാൻ, ഇല്ലെങ്കിൽ മഗ്രിബ് ഖളാഅാൻ, ഇല്ലെങ്കിൽ ഇശാ ഖളാഅാൻ, ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് മാറിക്കിടക്കാൻ. രാത്രിയിൽ കല്യാണത്തിന് പോയി
പോയി, തിരിച്ചു വന്നിട്ട് നേരെ കട്ടിലിന്മേൽ കിടക്കുന്നു. ഇശാ നമസ്കാരം പിന്നീട് ഖളായി പോയി, സുബൈക്കാണ് പിന്നീട് എഴുന്നേൽക്കുന്നത്. പലപ്പോഴും സംഭവിച്ചിട്ടില്ലേ? പലപ്പോഴും സംഭവിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല, മക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുക, ആ ശൈലിയൊക്കെ നമ്മൾ മാറ്റണം. അതൊന്നും നല്ലതല്ല. നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു ചേരും സഹോദരങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ, മാറാവ്യാധികൾ പിടിപെടും. കൊച്ചുകുട്ടികൾക്കൊക്കെ ലൈസിന്റെ പാക്കറ്റ് എത്രയോ ആണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുക്കുക, എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് വേറൊരു ദിവസം നമുക്ക് പറയണം. മക്കളോടുള്ള സമീപനം എങ്ങനെ വേണം, മക്കളെ എങ്ങനെ പരിലാലിക്കണം, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അമിത ഭോജനം പാടില്ല, രണ്ടാമത്തെ വിഷയം അതാ. മൂന്നാമത്തത് ഇഹ്യാഉൽ ലയാലി ഫിൽ ഇബാദ, ഹൃദയത്തെ ശുദ്ധീകരണം നടത്താൻ മൂന്നാമത്തതാകുന്ന അമല് രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, ജീവസുറ്റത. ഇഹ്യാഉൽ ലയാലി ഫിൽ ഇബാദ, ആരാധന കർമ്മങ്ങൾ കൊണ്ട് രാത്രിയെ ജീവസുറ്റതാക്കുക. അതിനർത്ഥം എന്താ? പകല് തിന്മ ചെയ്യണമെന്നല്ല, മറിച്ച് രാത്രിയിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തിന് സ്വീകാര്യതയുള്ള സമയമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. ഉറങ്ങാൻ പാടില്ല. പഴയ കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് നമ്മുടെ തലമുറ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങാം, അസർ കഴിഞ്ഞ് ഉറങ്ങാം. അസർ കഴിഞ്ഞ് ഒരു 40 ദിവസം തുടർച്ചയായിട്ട് ഉറങ്ങിയാൽ തലയ്ക്ക് ഓളം ഉണ്ടാവൂല, മന്ദബുദ്ധിയായി പോകും. നിങ്ങൾ ചെയ്തു നോക്ക്, മന്ദബുദ്ധി ആകണമെന്നുള്ളവർ. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാരണം ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും, ഓ അങ്ങനെയൊന്നും ഇല്ല ഉസ്താദെ, ഞാൻ എത്ര ദിവസം ഉറങ്ങിയിട്ടുണ്ട്. സ്ഥിരമായി ഉറങ്ങിയാൽ, ഒരു 40 ദിവസം തുടർച്ചയായിട്ട് അസറിന് ശേഷം ഉറങ്ങിയാൽ ബോധം പോകും. നമ്മുടെ അതാകുന്ന അവസ്ഥ മാറും, ഉറപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നിങ്ങളത് ചെയ്തു നോക്കാത്തതുകൊണ്ട് നമ്മളതങ്ങനെ ശീലം നമുക്ക് മലയാളികൾക്കില്ല. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നല്ല ശീലങ്ങൾ പാലിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതേപോലെ മഗ്രിബിന് ശേഷവും ഉറങ്ങാൻ പാടില്ല. മഗ്രിബ് കഴിഞ്ഞു ഉറങ്ങാൻ പാടില്ല. സുബഹി നമസ്കാരത്തിന് ശേഷം ഉദയം വരെയുള്ള സമയവും ഉറങ്ങാൻ പാടില്ല. ഈ 3 സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? സുബഹിക്ക് ശേഷം ഉദയം വരെയുള്ള സമയം, അതൊക്കെ ബറക്കത്തുള്ള സമയമാണ്. ആരാധന കൊണ്ട് കർമ്മം കൊണ്ട് ധന്യമാക്കേണ്ട സമയമാണ്. ഈ സമയങ്ങളൊക്കെ ഒന്ന് ആരാധന നിർവഹിച്ചു നോക്കിയേ, വലിയ ഖൈറാൻ. അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം ഉറങ്ങാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അസർ കഴിഞ്ഞ് മഗ്രിബിന് മുമ്പ് വരെയുള്ള സമയം ഇജാബത്തുണ്ട് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് വരെ അടയാളപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. ദുആഇന് ഉറപ്പായിട്ടും ഇജാബത്താണ് വെള്ളിയാഴ്ച ദിവസം അസറിന് മുതൽ മഗ്രിബ് വരെയുള്ള സമയം. അതുപോലെ മഗ്രിബിന് ശേഷം ഇശാ വരെയുള്ള സമയം അത് നിർബന്ധമായും അമലിന് വേണ്ടി തന്നെ വെച്ചിരിക്കണം. ആ സമയത്ത് ഒരു കളിതമാശയും പാടില്ല. നമ്മുടെ മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത് മഗ്രിബിന് ശേഷം ഖുർആനാണ്. അത് കഴിഞ്ഞിട്ട് മതി വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസമൊക്കെ അത് കഴിഞ്ഞിട്ട് ആദ്യം ഖുർആൻ എടുക്കട്ടെ, യാസീൻ ഓതട്ടെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യട്ടെ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യട്ടെ. ഇതിന്റെയൊക്കെ ഓരോ ശ്രേഷ്ഠത ഫളായിലുകളുണ്ടല്ലോ, അതൊക്കെ കുട്ടികൾ ആദ്യം പാരായണം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100, ഒരു സ്വലാത്ത് 100, ഇസ്തിഗ്ഫാർ 100. ഇത് ഇത്രയും ചെയ്തിട്ട്, ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞു, ഇത് ഇത്രയും ചെയ്തിട്ട് വേണം ബാക്കി നമ്മൾ പുസ്തകം എടുത്ത് കൈ കൊടുക്കുക. അങ്ങനെ ചെയ്തു നോക്കിയേ, 1 മണിക്കൂർ പഠിച്ചാൽ മതി. ഒരുപാട് പഠിക്കുക എന്നുള്ളതിലല്ല, പഠിക്കുന്നത് ജീവിതത്തിൽ ഉപകാരപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ. ഇഹ്യാഉൽ ലയാലി ഫിൽ ഇബാദ, രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കലാണ്. രാത്രി ഇബാദത്ത് എടുക്കുക, ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുക്കുക. അതെങ്ങനെയൊക്കെ കഴിയുമോ, ഖുർആൻ ഓതിയിട്ടോ, ദിക്ർ ചൊല്ലിയിട്ടോ, നമസ്കാരം നിർവഹിച്ചിട്ടോ, അങ്ങനെയൊക്കെ. രാത്രി പരിപൂർണമായിട്ട് വേണ്ട, രാത്രി ഒരു ഭാഗത്തെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. പൂർണ്ണമായി ഇബാദത്ത് എടുത്തവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. റമദാനിലല്ല, അല്ലാത്ത ദിവസങ്ങളിൽ. നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഖൗലത്ത് ബീബി റളിയല്ലാഹു അൻഹ കടന്നു വരുകയാണ്. വഹിയ തസ്തകി അൻ സൗജിഹാ ഉസ്മാൻ ഇബ്നു മൽഊൻ. അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ കുറിച്ച്, പ്രിയതമനെ കുറിച്ച് പരാതിയുമായി കടന്നു വരുകയാണ്. എന്താണ് പരാതി എന്നറിയുമോ? അള്ളാന്റെ റസൂലേ, അദ്ദേഹം എന്നെ പരിഗണിക്കുന്നില്ല ഹബീബേ. രാത്രി മുഴുവൻ നമസ്കാരമാണ്,
പകൽ മുഴുവൻ നോമ്പിലാണ് റസൂലേ റസൂലേ, എന്നോടുള്ള ബാധ്യത അദ്ദേഹം നിർവഹിക്കുന്നില്ല ഹബീബേ. ഒരുപാട് സഹോദരിമാർക്ക് നമുക്കിടയിലുള്ള ഒരു പരാതിയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഗൗരവമേറിയ വിഷയമാണ്. കാരണം ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ ഭാര്യ നമ്മളെ വിട്ടേച്ചുകൊണ്ട് മറ്റൊരുത്തന്റെ കൂടെ പോകാൻ തന്നെ സാധ്യതയുണ്ട്. നഊദു ബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭർത്താക്കന്മാർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഓരോരുത്തർക്കും അവരവർക്ക് കൊടുക്കേണ്ട ഹക്ക് ബാധ്യതകളുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തു പോയി. വിവാഹത്തിൽ നിന്റെ ഭാര്യയുടെ പിതാവിന്റെ കരം പിടിച്ചിട്ട് നീ ഒരു വലിയതാകുന്ന കരാറ്, ഉടമ്പടി നീ ഏറ്റെടുത്തവനാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള എന്നാണ്. ബലിഷ്ഠമായ ഒരു കരാറാണ് നീ ഏറ്റെടുത്തിട്ടുള്ളത്. നിന്റെ ഭാര്യയെ നല്ല രീതിയിൽ പോറ്റി വളർത്താം, അവളെ നല്ല രീതിയിൽ നോക്കാം, സംരക്ഷിക്കാം എന്ന് ഉറപ്പ് കൊടുത്തു. ഭാര്യയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ ചേർത്ത് പിടിച്ച് നിക്കാഹിന്റെ വേളയിൽ. അതാണ് നിക്കാഹ്, ഒരു ഉടമ്പടിയാണ്, വലിയൊരു കരാറാണ്. നീ എന്തെങ്കിലും വിഷമോ പ്രയാസമോ ഇവളിൽ നിന്ന് നേരിട്ടാൽ തീർച്ചയായിട്ടും ഞാൻ ഇവളെ നിങ്ങളിലേക്ക് തന്നെ യാതൊരുവിധ പോറലേൽപ്പിക്കാതെ തിരിച്ചു തരാമെന്ന് വരെ ആ ഉടമ്പടിയിലുണ്ട്. ഞാനിപ്പോ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. പലപ്പോഴായിട്ട് ആ വിഷയം പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ത്വലാഖ് ഒരു കളിതമാശയല്ല എന്ന വിഷയം യൂട്യൂബിലുണ്ട് വിനീതന്റെ, നിങ്ങൾ കേൾക്കണം. അതിലത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ വലിയൊരു കരാറാണിത്. അതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യ, നിന്നോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ടവൾ, അവളെ വിഷമിപ്പിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല, അവളെ ദുഃഖിപ്പിക്കാൻ പാടില്ല. അവളോടുള്ളതാകുന്ന ഹക്കടപാടുണ്ട്, അത് നീ ശ്രദ്ധിക്കണം. നിന്റെ മക്കൾ നിനക്ക് അവളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച മക്കളാണ്. അവളെ നീ നോക്കണം, നോക്കിയേ പറ്റുള്ളൂ. നിന്റെ ഉത്തരവാദിത്തമാണത്. കുട്ടികളായി കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഒരു കളിതമാശ പോലെ നീ നിലകൊള്ളാൻ പാടില്ല. എത്രയോ സഹോദരിമാര് പരാതി പറയുന്നു, ഉസ്താദേ ഞങ്ങളുടെ ഭർത്താക്കന്മാര് വേണ്ട നിലയ്ക്ക് ഞങ്ങളോട് പെരുമാറുന്നില്ല. തുറന്നു പറയാണ്, അവരോട് വിഷമം പറയാൻ. നബിയുടെ കാലഘട്ടത്തിൽ നബിയുടെ അടുക്കൽ വന്നിട്ട് ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു സ്വഹാബിയെ കുറിച്ച് പരാതി പറയാൻ. ഖൗലത്ത് ബീബി റളിയല്ലാഹു അൻഹ. കാരണം പറയാതിരിക്കാൻ കഴിയില്ല, വേറെ ആരോട് പറയാനാണ്? ജീവിച്ചിരിക്കുന്ന പരിശുദ്ധ പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് വിഷമം പങ്കുവെക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വിറച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയപ്പോ ശരീരത്തിൻ്റെതാകുന്ന ഭാഗത്ത് മാംസങ്ങളില്ല. എല്ലുന്തി നിൽക്കുന്നതാകുന്ന സ്വഹാബിയാണ്. കണ്ണുകൾ കുഴിഞ്ഞിരിക്കുകയാണ്, ഉറക്കമൊഴിച്ചിട്ട്. ശരീരത്തിൽ മുഴുവൻ ഭാഗങ്ങളും മജ്ജയില്ല, മാംസമില്ല. മാംസമില്ല, രക്തോട്ടം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ എല്ലുന്തി നിൽക്കുന്നു, പേക്കോലമാണ് എന്ന് പറയത്തില്ല, അതേപോലെ ഒരു രൂപം. വളരെ വിഷമം വന്നുപോയി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് ഉസ്മാൻ ബിൻ മദ്ഊനിനോട് പറയുകയാണ്, ഉസ്മാനേ ഈ രീതിയിൽ നീ പോകരുതേ ഉസ്മാനേ, വ ഇന്ന ലി ഐനിക അലൈക ഹഖ്ഖാ, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട് ഉസ്മാൻ. നീ എല്ലാ രാത്രിയിലും ഈ രീതിയിൽ പോകരുതേ ഉസ്മാനേ, രാത്രിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണേ ഉസ്മാനേ. ഈ രാത്രി നിസ്കരിച്ചോ, നിസ്കരിക്കണ്ടെന്നല്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണോന്ന് പറഞ്ഞപ്പോ തഖ്വ തന്നെ തൗബാക്കുടത്തിൽ കൈയിട്ടിട്ട് അങ്ങനെ നിലകൊള്ളാണ് 24 മണിക്കൂർ. അത് തന്നെ പിന്നെ ഭയങ്കര നിസ്കാര ഇബാദത്ത് തന്നെ. ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, ഫുള്ള് തസ്ബീഹ് നിസ്കാരവും ഭയങ്കര ഇബാദത്തുമായിട്ട് രാത്രി കഴിച്ചു കൂട്ടുക. അങ്ങനെയൊന്നും ഒരു ദീനും പറയിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുക സ്വഹാബിക്ക്, നിന്റെ രാത്രിയെ നീ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തോടൊപ്പം നീ നിലകൊള്ളണം, രാത്രിയിൽ ഒരു ഭാഗം. മറ്റൊന്ന് നമസ്കാരത്തിന് വേണ്ടി നീ വിനിയോഗിക്കണം. മൂന്നാമത്തെ ഭാഗം നീ ഉറക്കത്തിന് വേണ്ടി വിനിയോഗിക്കണം. ഇത് ഏത് രീതിയിലാണോ നിന്റെ ഇഷ്ടം പോലെ നീ വിനിയോഗിച്ചാൽ മതി. രാത്രിയിൽ ഒരു ഭാഗം നിന്റെ കുടുംബത്തിന്, മറ്റൊരു ഭാഗം നിന്റെ ഉറക്കത്തിന്. നിന്റെ ശരീരം, നിന്റെ കണ്ണ് കുഴിയാൻ പാടില്ല. ഉറക്കമൊഴിച്ചിട്ട് നിന്റെ കണ്ണുള്ളിലേക്ക് ഉന്തി നിൽക്കാൻ, തള്ളി നിൽക്കാൻ. ഇത് കണ്ടിട്ട് തന്നെ വിഷമം വരുന്നു ഉസ്മാൻ ബിൻ മദ്ഊൻ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. നീ ഉറപ്പായിട്ടും എല്ലാ ദിവസവും ഉറങ്ങണം. മൂന്നിലൊരു ഭാഗം നീ ഇബാദത്തെടുത്തോ, പ്രശ്നമല്ല. മൂന്നിലൊരു ഭാഗം വ ഇന്ന ലി സൗജിതിക അലൈക ഹഖ്ഖാ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മേൽ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയോടുള്ള ബാധ്യത നീ പൂർത്തീകരിക്കണം. അവരുമായിട്ടുള്ള ബന്ധം വേണം. അത് വിച്ഛേദിച്ചുകൊണ്ട് നീ ഇബാദത്തെടുത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ ഒട്ടാമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഞാനും നിന്നെ പോലെ തന്നെതാകുന്ന വ്യക്തിത്വമാണ് എന്നല്ല, അഷ്റഫുൽ ഖൽഖാന, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് പരിശുദ്ധ പ്രവാചകൻ. വഇന്നി ഉസല്ലി വഅനാമു, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ കൂടെ ഉറങ്ങുന്നുമുണ്ട്. എല്ലാ രാത്രി പൂർണ്ണമായിട്ട് നിസ്കാരമില്ല, ഞാൻ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. രാത്രി ഇശാ നമസ്കാരവും വിത്റും ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ കുടുംബത്തോടൊപ്പം ശയ്യവലംബിക്കുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കും, തഹജ്ജുദ് നമസ്കാരമുണ്ട്, എനിക്കുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നിസ്കരിക്കും, ഞാൻ അല്പം ഉറങ്ങുകയും ചെയ്യും. ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യും. വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരോടൊപ്പമുള്ള ജീവിതം അത് ഏറ്റവും വലിയ ആസ്വാദനമായി മനസ്സിലാക്കുന്നവനാണ് ഞാൻ. ഈ ഭൗതിക ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളാണ്. അതിലൊന്ന് നിസ്കാരം, മറ്റൊന്ന് എന്റെ ഭാര്യമാർ, മൂന്നാമത്തത് അത്തറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂരിൻ അത്വീബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരെ. ലോകത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്, ചേതനയുള്ളതും അചേതനയുമായ വസ്തുക്കൾ കോടാനുകോടിയാണ് ഈ ഭൂമുഖത്ത്. അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയം വെച്ചത് 3 വസ്തുക്കൾ പഠിക്കണം. ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. ആദ്യമായി നബി പറഞ്ഞു, അത്വീബ്, സുഗന്ധം. എനിക്ക് വലിയ ഇഷ്ടമാണ്, സുഗന്ധപൂരിതമാകണം നമ്മുടെ ജീവിതം. റമദാൻ കഴിഞ്ഞു, റമദാനിൽ തന്നെ രാത്രി നമുക്ക് അത്തർ പൂശാം, പ്രശ്നമല്ല, അത്തർ പൂശാം. സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് വരെ അത്തർ പൂശാം. മഗ്രിബിന്റെ സമയം ബാങ്ക് വിളിച്ചു, അതിനുശേഷം അത്തർ അടിക്കാം. പല ആൾക്കാരും റമദാൻ മാസത്തിൽ അത്തർ തൊടുകയില്ല, മണവസ്തു പൂശയില്ല, അങ്ങനെയൊന്നും പാടില്ല. തറാവീഹ് നിസ്കരിക്കാൻ നേരത്തെ നല്ല അത്തറൊക്കെ പൂശി റാഹത്തായിട്ട് നിസ്കരിച്ചു നോക്കിയേ. എന്ത് റാഹത്താൻ? മുല്ലപ്പൂക്ക് വെച്ചോ, അതിനെന്താ കുഴപ്പം? റാഹത്തായിട്ട് അങ്ങനെ വേണം നമ്മുടെ ജീവിതം. ഇത് കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസം മാത്രം മണവാട്ടി ചമഞ്ഞിട്ട് നമ്മൾ മുല്ലപ്പൂ ചുമഞ്ഞുകൊണ്ട് കയ്യിൽ കിട്ടുകൊണ്ട് പോയതാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു റാഹത്തായ ജീവിതം നമുക്കിടയിൽ വന്നിട്ടില്ല. അങ്ങനെ വരാൻ പാടില്ല. അത്തർ ഉണ്ടാവണം. വിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. നിങ്ങൾ അറബികളെ നോക്കി, അവരുടേതാകുന്ന സമ്പത്തിൻ്റെതാകുന്ന പകുതി ഭാഗം എന്നല്ല 3/4 ഭാഗവും അവർ ചെലവഴിക്കുന്നത് നല്ല കൂടിയ വില കൂടിയതാകുന്ന ബുഖൂർ വാങ്ങുന്നതിലും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി വെക്കുന്നതിലുമാണ്. ശമ്പളം കിട്ടാൻ 100 രൂപ, ഏറ്റവും ചുരുങ്ങിയത് പറയാൻ 100 രൂപ ഒരാൾക്ക് ശമ്പളം കിട്ടിയാൽ അതിൽ 75 അതല്ല 80 അതല്ല ഒരുപക്ഷെ 90 ഒരുപക്ഷെ ശമ്പളം അപ്രാവശ്യത്തും മുഴുവനും എല്ലാ പ്രാവശ്യവും അവർ ചെലവഴിക്കുന്നത് അത്തറാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അത്തറുണ്ട്, നല്ല നല്ല ആൽക്കഹോൾ ഇല്ലാത്തതാകുന്ന നല്ല സ്പ്രേ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അടിക്കുന്നുമില്ല, അതൊന്നും ഉപയോഗിക്കുന്നുമില്ല. ഇപ്പോഴും അങ്ങനെ വെച്ചേക്കാണ്. എല്ലാ ദിവസവും വീട് നല്ല സുഗന്ധപൂരിതമായിരിക്കണം, അത്തറ് തേക്കണം. നബി പറഞ്ഞു, രണ്ടാമത്തത് വന്നിസാഉ, എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാത്ത പ്രിയമാണ്, എന്റെ ഭാര്യമാരെ എനിക്ക് ഇഷ്ടമാണ്. ഓരോരുത്തർക്കും അവനവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇഷ്ടപ്പെടുന്നതിൽ എന്താ തെറ്റ്? ഭാര്യമാരെ ഇഷ്ടപ്പെടണം. ലോകത്ത് ഇത്രയും വസ്തുക്കൾ കോടാനുകൂടി ഉള്ളതിൽ നബിതങ്ങൾക്ക് പ്രിയമുള്ളത് 3 വസ്തു, അതാണ് മനസ്സിലാക്കേണ്ടത്. നബി പറഞ്ഞു, ഈ ദുന്യാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് അത്തർ, സുഗന്ധദ്രവ്യങ്ങൾ, മറ്റൊന്ന് രണ്ടാമത്തത് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, മൂന്നാമത്തത് വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇപ്പൊ പറഞ്ഞത്, ഇഹ്യാഉൽ ലയാലി ഫിൽ ഇബാദ, രാത്രിയെ സജീവമാക്കണം. എങ്ങനെ? ഇബാദത്തിലൂടെ സജീവമാക്കണം. നിസ്കാരവും വേണം. ഭാര്യയെ മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ടായില്ല, അവൾക്ക് വേണ്ടുന്നത് മുഴുവൻ വാങ്ങിക്കൊടുത്തുകൊണ്ട് മാത്രമായില്ല. റബ്ബിനെ മറക്കാൻ പാടില്ല, നിസ്കാരം വേണം. വഹിയാഉൽ ലയാലി ഫിൽ ഇബാദ വയഹ്യാഉൽ ലയാലി ഫിൽ ഇബാദ, രാത്രിയെ സജീവമാക്കേണ്ടത് ഇബാദത്തിലൂടെയാണ് എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിലുള്ള നമസ്കാരത്തിലൂടെ, രാത്രിയെ ജീവസുറ്റതാക്കുന്നതിലൂടെ ചെറുപ്പക്കാരാ സോദരാ, നിനക്ക് ലഭിക്കുന്നതായ നേട്ടമെന്നറിയുമോ പെങ്ങളെ? നീ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയരാൻ സാധിക്കുമേ എന്നും വിശുദ്ധമായ ഖുർആൻ.
ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക്. അസാ അൻ യബ്അസക റബ്ബുക മഖാമ മഹ്മൂദ, നിന്റെ ഉദ്ദേശം നല്ലൊരു സുത്യർഹമാകുന്ന സ്ഥാനമെത്തണം. നിന്റെ മകന് ഹാഫിളാകണം, നിന്റെ മകന് ആലിമാകണം, നിന്റെ മകൾക്ക് ഹാഫിളത്തും ആലിമത്തുമാകണം. നിനക്ക് നിന്റെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവണം, നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം, നിന്റെ ആഖിബത്ത് നന്നായി തീരണം, നിന്റെ ഭർത്താവിനോട് നിന്നോടുള്ളതാകുന്ന സ്നേഹം അദമ്യമായി തീരണം, നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളത ഉണ്ടാകണം, സാഹോദര്യ ബന്ധങ്ങൾ, സമൂഹത്തോടുള്ള ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ ഒക്കെ ശാക്തീകരിക്കപ്പെടണം. നിനക്ക് ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിനെല്ലാം ഉപരി ഇസ്സത്തായ ജീവിതം ഈ ഭൗതിക ലോകത്തും ആഖിറത്തിലും ഉണ്ടാകണം. ഇതൊക്കെ നിന്റെ നിയ്യത്താണ് എങ്കിൽ അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, സുത്യർഹമാകുന്ന ഒരു മനോഹരമാക്കപ്പെട്ടതാകുന്ന സംവിധാനത്തിലേക്ക് പടച്ചറബ് നിന്നെ കൊണ്ടെത്തിക്കും. നീ തഹജ്ജുദ് പതിവാക്കിയാൽ എങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുന്നത് ഒരൊറ്റ ദിവസം പോലും ഒഴിവാക്കിയിരുന്നില്ല തഹജ്ജുദ്. പിൽക്കാലത്ത് വന്ന സ്വഹാബത്ത് അതേ ശൈലി അവലംബിച്ചു. അതിനുശേഷം വന്ന താബിഈങ്ങൾ അത് അവലംബിച്ചു, തബഉ താബിഈങ്ങൾ അവലംബിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അടക്കമുള്ളതാകുന്ന മഹാരഥന്മാർ, നമ്മുടെ ഉസ്താദുമാർ ഇവരെ കൃത്യമായി നിലനിർത്തി പോന്നു. നമ്മൾ റമളാനിൽ നിലനിർത്തി, ഇപ്പോഴതില്ല. അത് ഇടയത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റതാണ്. പിന്നെ അല്ലാ അങ്ങനെ ആകാൻ പാടില്ല. ഇടയത്താഴത്തിന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. നാലാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നാലാമത്തെ കാര്യം, ഹൃദയം ശുദ്ധി വരുത്താനുള്ളതാകുന്ന നാലാമത്തെ കാര്യം അത്താഴ സമയം ശ്രദ്ധിക്കലാണ്. അൽ ഹുളൂറു ഫീ വഖ്തി സുഹൂർ, അത്താഴ സമയം ഹൃദയ സാന്നിധ്യം വരുത്തലാണ്. അത്താഴ സമയം വിലപ്പെട്ട സമയമാണ്. പറഞ്ഞാല് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക. ഇതൊരുപാട് നേരത്തെ ഒന്നും വേണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് ഒരു 4 മണിക്ക് എഴുന്നേക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ടോയ്ലറ്റിലൊക്കെ പോയി എല്ലാ ശുദ്ധീകരണമൊക്കെ വരുത്തി റാഹത്തായിട്ട് വന്ന് ഒളു ഒക്കെ എടുത്ത് നല്ല റാഹത്തായിട്ട് നിലകൊള്ളുക, അത്രയൊക്കെ പൂശി നല്ല രീതിയിൽ നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. ഒരുപാട് റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് 2 റക്അത്ത് നിസ്കരിക്കുന്നുള്ളതെങ്കിലും നിനക്കറിയാവുന്ന നല്ല നല്ല സൂക്തങ്ങൾ ഓതിയിട്ട് ആ നിസ്കാരത്തെ ദീർഘിപ്പിക്കൽ. അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അധികരിച്ച റക്അത്തുകളേക്കാൾ നിസ്കാരത്തിന്റെ ഖിയാമ അധികരിപ്പിക്കുക. കഴിയുമെങ്കിൽ തസ്ബീഹ് കൂടി നിസ്കരിക്കുക. അങ്ങനെ നമസ്കാരം ആ സമയത്ത് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് നിലകൊള്ളുക. അതിനുശേഷം എന്ത് ചെയ്യണം? മാഷാ അല്ലാഹ്, നീ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം. അത്താഴ സമയത്താണ് ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതിന് അത്താഴം കഴിക്കണമെന്നൊന്നുമില്ല. അത്താഴ സമയം എന്ന് പറഞ്ഞാൽ ഇനി നാളെ മുതൽ എഴുന്നേറ്റിട്ട് ഉസ്താദ് പറഞ്ഞാണ് അത്താഴ സമയം എന്ന് നമ്മൾ അത്താഴം കഴിക്കണം, അത്താഴം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വെള്ളം വെക്കണ്ട പെണ്ണുങ്ങളോട്. അത്താഴം കഴിക്കാനല്ല, അത്താഴം കഴിക്കലല്ല ലക്ഷ്യം. നീ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ 1 ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നീ ദിക്ർ ചൊല്ലിക്കും. എന്താ ഇല്ലാണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താ ചെല്ലിയാ കിട്ടുന്ന നേട്ടം? എന്താ? നേട്ടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം വേറെയാണ്. ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പഴമയിലേക്കൊന്ന് പോയാൽ മതി, പഴയ വീഡിയോയിലേക്കൊന്ന് മറിച്ച് നോക്കിയാൽ മതി. അതിന്റെ ഒരു ശ്രേഷ്ഠതകൾ സൂറത്ത് നൂഹ് ഓതിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓതുന്നതല്ല, ശ്രദ്ധിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ وفي أموالهم حق للسائل والمحروم. തീർച്ചയായും അള്ളാഹുവിനെ തഖ്വ വെച്ച് ജീവിക്കുന്നതായ ആളിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ സ്വർഗം, അതിൻ്റെതായ അനുഗ്രഹീതം അള്ളാഹു നൽകുമത്രേ. സ്വർഗത്തിൽ സമുന്നതമാകുന്ന അനുഗ്രഹീതങ്ങൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നവരത്രേ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ തഖ്വ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരെന്ന് വിശുദ്ധമായ ഖുർആൻ.
ആഖിരീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. നരകത്തെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് നിലകൊള്ളുന്നവരാണവർ. ജഹീം എന്ന നരകത്തെ തൊട്ട് എപ്പോഴും സംരക്ഷണം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, അശ്ലീലത കാണാതെ, മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ കണ്ണും കാതും ഹൃദയവും ചിന്ത കൊടുക്കാതെ പരിപൂർണമായ നാഥനായ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാ. തീർന്നില്ല. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് പ്രഭാതത്തിന് മുമ്പായി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതായ സഹോദര സഹോദരിമാരുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ.